നമസ്കാരം. ഇന്ത്യയിൽ നിന്നുള്ള ബി.ജെ.പി. അംഗങ്ങൾക്ക് കുവൈറ്റിൽ പ്രവേശിക്കുന്നത് വിലക്ക് ഏർപ്പെടുത്തണമെന്ന് കുവൈറ്റ് പാർലമെന്റ് സാലിഹ് അൽ ദിയാബ് ഷലാഹി എംപിയുടെ നേതൃത്വത്തിലുള്ള 12 എംപിമാർ സ്പീക്കർ മർസൂഖ് അൽ ഖാനമിന് കത്ത് നൽകിയതുമായി ബന്ധപ്പെട്ട് ശശി തരൂർ എംപി പങ്കുവച്ച അല്ലെങ്കിൽ നടത്തിയ ട്വീറ്റ് രാജ്യവിരുദ്ധമാണെന്ന് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ ആദരിച്ച വ്യക്തിയുടെ ഇന്ത്യ വിരുദ്ധ ഉള്ളടക്കമുള്ള ട്വീറ്റ് ശശി തരൂർ പങ്കുവച്ചെന്ന് ആരോപിച്ചാണ് എംബസിയുടെ വിമർശനം. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ഇസ്ലാമാബാദ് ആദരിച്ച വ്യക്തിയുടെ ട്വീറ്റ് ശശി തരൂർ എംപി റീട്വീറ്റ് ചെയ്തെന്ന് ആരോപിച്ചാണ് എംബസി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പീഡനം നേരിടുകയാണ് എന്നാരോപിച്ചാണ് കുവൈറ്റിലെ എംപിമാർ ഇന്ത്യയിലെ ബി.ജെ.പിക്കാർക്ക് ഇന്ത്യയിലെ ഇസ്ലാമോഫോബിയ അവസാനിക്കും വരെ പ്രവേശന വിലക്ക് തുടരണമെന്നാവശ്യപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകിയത്. മുഹമ്മദ് അൽ സായർ, ഒസാമ അൽ ഷാഹിർ എന്നിവരടക്കമുള്ള 12 എംപിമാരാണ് ഈ പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ഇന്ത്യയിലാകെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എംപിമാർ കുവൈറ്റ് പാർലമെന്റിൽ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കുവൈറ്റ് ഏകീകൃത നിലപാട് സ്വീകരിക്കണമെന്നും സംയുക്ത പ്രസ്താവനയിൽ ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ടാണ് രാജ്യത്ത് ഇസ്ലാമോഫോബിയ വർദ്ധിക്കുന്നതിൽ ഗൾഫ് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് നടുക്കം രേഖപ്പെടുത്തുന്നതായി ശശി തരൂർ എംപി പറഞ്ഞത്. ഇന്ത്യക്കുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നതെന്നും ശശി തരൂർ വ്യക്തമാക്കി. ബി.ജെ.പി. അംഗങ്ങൾക്ക് കുവൈറ്റിൽ നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ആ രാജ്യത്തെ പാർലമെന്റ് അംഗങ്ങൾ ഭരണകൂടത്തിന് കത്തെഴുതി എന്ന വാർത്തയോട് പ്രതികരിച്ച ട്വീറ്റിലാണ് ശശി തരൂർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ആഭ്യന്തര പ്രവൃത്തികൾക്ക് അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്നു. ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ഇസ്ലാമോഫോബിയയും അതിനെതിരെ നടപടിയെടുക്കുക പോയിട്ട് അപലപിക്കാൻ പോലും തയ്യാറാകാത്ത പ്രധാനമന്ത്രിയും ഗൾഫ് മേഖലയിൽ ഉടനീളം നടുക്കമുണ്ടായതായി അവിടെയുള്ള സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ഇന്ത്യയെ തങ്ങൾ ഇഷ്ടപ്പെടുന്നു, പക്ഷേ നിങ്ങളുടെ സുഹൃത്തുക്കളാവുക എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദുഷ്കരമാകുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് അവർ പറയുന്നത്. ഇങ്ങനെയാണ് ശശി തരൂർ എംപി ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. മജ്ബൽ അൽ ഷാരിക എന്ന സംഘടനയുടെ ട്വീറ്റ് പങ്കുവച്ചുകൊണ്ടാണ് തരൂർ ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. കുവൈറ്റ് നാഷണൽ കൗൺസിലിലെ 11 അംഗങ്ങൾ ബി.ജെ.പിക്കാരെ തങ്ങളുടെ രാജ്യത്ത് വിലക്കണമെന്നാവശ്യപ്പെട്ട് ഗവൺമെന്റിന് അയച്ച കത്തുമായി ബന്ധപ്പെട്ട ട്വീറ്റാണിത്. കർണാടകയിലെ ഹിജാബ് നിയന്ത്രണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബി.ജെ.പി. അംഗങ്ങൾക്ക് തങ്ങളുടെ രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് കുവൈറ്റ് നാഷണൽ കൗൺസിൽ അംഗങ്ങൾ ഗവൺമെന്റിന് കത്ത് നൽകിയത്. കുവൈറ്റ് നാഷണൽ അസംബ്ലി അംഗം ഡോക്ടർ സാലിഹ് ദിയാബ് അൽ മുത്തൈരിയുടെ നേതൃത്വത്തിലാണ് 11 അംഗങ്ങൾ ഒപ്പുവെച്ച കത്ത് അസംബ്ലിയായ മജ്ലിസുൽ ഉമ്മയുടെ അധ്യക്ഷന് കൈമാറിയത്. ഇന്ത്യയിലെ കർണാടക സംസ്ഥാനത്ത് ഭരണകക്ഷിയായ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ഹിജാബ് ധരിച്ച മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ മുസ്ലിം പെൺകുട്ടികളുടെ അവകാശങ്ങൾ തിരിച്ചു നൽകുന്നതുവരെ ബി.ജെ.പി. അംഗങ്ങൾക്ക് കുവൈറ്റിൽ പ്രവേശിക്കാൻ അനുമതി നൽകരുത്. ഇതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നാഷണൽ അസംബ്ലി അംഗങ്ങൾ ഒപ്പുവെച്ച കത്തിലെ വിശദമായ കാര്യം ഇതാണ്. അതേസമയം തരൂർ പങ്കുവച്ച ട്വീറ്റിനെതിരെ വളരെ വലിയ വിമർശനമാണ് കുവൈറ്റിലെ ഇന്ത്യൻ എംബസി ഉയർത്തുന്നത്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ പുരസ്കാരമായ അംബാഡർ ഓഫ് പീസ് ലഭിച്ച പാകിസ്ഥാനി ഏജന്റിന്റെ ഇന്ത്യ വിരുദ്ധ ട്വീറ്റ് ആരാധ്യനായ ഇന്ത്യൻ പാർലമെന്റ് അംഗം റീട്വീറ്റ് ചെയ്തത് കാണുന്നത് സങ്കടകരമാണെന്നാണ് അവർ പറയുന്നത്. ഇത്തരം ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ട്വീറ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്. ന്യൂസ് ഡെസ്ക് ഹെറാൾഡ് ന്യൂസ്.